നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്കുതർക്കത്തിനിടെ ഇന്ത്യക്കാരൻ സുഹൃത്തിനെ കുത്തിക്കൊന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 35-കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തതായി ഷാർജ പോലീസ് അറിയിച്ചു. 27 വയസ്സുകാരനായ ഇന്ത്യൻ പൗരൻ തന്നെയാണ് കൊല്ലപ്പെട്ടത്. ചില വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ ഇരുവരും തമ്മിൽ വളരെ രൂക്ഷമായ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ഇതിനൊടുവിൽ കത്തി ഉപയോഗിച്ച് പലതവണ കുത്തി ഈ സുഹൃത്തിനെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തതെന്നാണ് ഷാർജ പോലീസ് വ്യക്തമാക്കുന്നത്. വിവരം ലഭിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും യുവാവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് വ്യാപക പരിശോധനയാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നീട് അറസ്റ്റിലായ ഇയാൾ ചോദ്യം ചെയ്യലിൽ കൃത്യമായി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തുടർ നടപടികൾക്കായി പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഷാർജയിൽ പൊതുപരിപാടികൾക്കും കായിക വിനോദങ്ങൾക്കുമുള്ള നിയന്ത്രണം അടുത്ത മാസം അവസാനം വരെ തുടരുമെന്നുള്ളതാണ് വാർത്ത. വിവാഹ വിരുന്നുകൾ, സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ, ഹോട്ടലുകളിലെ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ഇത് ബാധകമാണ് താനും. ഷാർജ കിരീടാവകാശി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽമാൻ അൽ ഖസീമിയുടെ നിർദ്ദേശപ്രകാരം ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെതാണ് ഈ തീരുമാനം. സാഹചര്യങ്ങൾ വിലയിരുത്തിയാകും തുടർന്നുള്ള നടപടികൾ. കോവിഡ് നിയന്ത്രണ നടപടികൾ ഊർജിതമായി തുടരാനും തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.